ഡിവിസിബിലിറ്റി എന്താണെന്ന് ഒരു എക്സാമ്പിൾ എഴുതി തന്നെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 378 ഡിവൈഡഡ് ബൈ 7. 3ൽ 7 ഇല്ല. 37ൽ 3 5 times. 5 sevens are 35. 7 minus 5 is 2. 8 താഴേക്ക് വരും. 4 sevens are 28. 8 minus 8 is 0. 2 minus 2 is 0. ഇപ്പോൾ നമുക്ക് റിമൈൻഡർ ഒന്നും വന്നിട്ടില്ല ഇവിടെ. അപ്പോൾ 378 is divisible by 7 എന്ന് പറയാം. ഇനി വേറൊരു എക്സാമ്പിൾ ചെയ്യാം നമുക്ക്. 324 divided by 7. 32ൽ 7 എത്ര ഉണ്ടെന്ന് നോക്കാം നമുക്ക്. 4 sevens are 28 ആണ്. 2 minus 8 പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബോറോ ചെയ്യാം. 2 12 ആവും. 3 2 ആയി മാറും. 12 minus 8 4 ആണ്. 2 minus 2 is 0. ഈ 4 താഴോട്ട് വരും. 44 ആണ്. 44ൽ എത്ര 7 ഉണ്ടെന്ന് നോക്കാം. 6 sevens are 42. 4 minus 2 is 2. 4 minus 4 is 0. ഇവിടെ റിമൈൻഡർ വന്നു. അപ്പോൾ നമുക്ക് പറയാം 324 is not divisible by 7. അതായത് ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ഒന്നും വരുന്നില്ലെങ്കിൽ അത് ഡിവിസിബിൾ ആണെന്ന് പറയാം. റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ അത് ഡിവിസിബിൾ അല്ല എന്നും പറയാം. ഈ 2 എക്സാമ്പിൾ ചെയ്തതിൽ നിന്ന് കൂട്ടുകാർക്ക് ഇത് മനസ്സിലായല്ലോ. ഇവിടെ റിമൈൻഡർ ഒന്നും വന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു 378 is divisible by 7 ആണെന്ന്. ഇവിടെ റിമൈൻഡർ 2 എന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ 324 is not divisible by 7 എന്ന് പറയാം. ഇനി നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 7 എന്താണെന്ന് നോക്കാം. അതും ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾസ് എഴുതി തന്നെ മനസ്സിലാക്കി തരാം കേട്ടോ. ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 7 ആണോ എന്ന് നോക്കാനായിട്ട് നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് ഞാൻ ആദ്യം കാണിച്ചു തരാം. 441. അപ്പോൾ ഇതിൽ വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പർ എടുക്കുന്നു നമ്മൾ. എന്നിട്ട് അതിനെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 into 2 is 2. എന്നിട്ട് ഇവിടെ റിമൈനിങ് നമ്പേഴ്സ് ഉണ്ടല്ലോ. ഈ റിമൈനിങ് നമ്പേഴ്സ് ഇങ്ങോട്ട് എഴുതുന്നു. എന്നിട്ട് ഈ 2 ഇതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുന്നു. 44 minus 2 42 ആണല്ലോ. 42 7ൻ്റെ ടേബിളിലില്ലേ കൂട്ടുകാരെ? പിന്നെ ഒരു കാര്യമുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ 7ൻ്റെ ടേബിൾ നന്നായി പഠിച്ചിട്ടുണ്ടാവുന്നു കേട്ടോ. 7ൻ്റെ ടേബിൾ അറിയില്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ കുറച്ച് പ്രശ്നമാണ് അല്ലേ. 42 7ൻ്റെ ടേബിളിലുണ്ടോ എന്ന് ആലോചിച്ചിരിക്കണ്ടേ? കൂട്ടുകാർ എന്തായാലും ടേബിൾസ് ഒക്കെ ഒന്ന് നന്നായി പഠിച്ചു വെക്കണേ. അപ്പോൾ ഇനി വേറൊരു മെത്തേഡും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെന്താണെന്ന് നോക്കാം. 441 തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ വൺസിൻ്റെ പ്ലേസിൽ 1 ആണുള്ളത്. അതിവിടെ എഴുതി. ഇൻറ്റു 5 ആണ് ചെയ്തത്. ഇവിടെ ഇൻറ്റു 2 ആണ് ചെയ്തത്. ഇവിടെ ഇൻറ്റു 5 ആണ് ചെയ്യുന്നത്. എന്നിട്ട് ആൻസർ ഇവിടെ എഴുതി. ഇനി നമ്മൾ റിമൈനിങ് നമ്പേഴ്സ് എടുത്തു. 44. ഇവിടെ നമ്മൾ ഇത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 44 + 5 is 49 എന്ന് കിട്ടി. 49ഉം 7ൻ്റെ ടേബിളിലുണ്ടല്ലോ. അപ്പോൾ 441 is divisible by 7 എന്ന് പറയാം. ഈ 2 മെത്തേഡും ഈസി അല്ലേ കൂട്ടുകാരെ? ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു. ഇവിടെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ആ കിട്ടുന്ന ആൻസർ റിമൈനിങ് നമ്പറിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു. അതിനെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് റിമൈനിങ് നമ്പേഴ്സുമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. 2 മെത്തേഡായാലും നമുക്ക് 7ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഇനി വേറൊരു എക്സാമ്പിൾ ചെയ്യാം. 896. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. 6 into 2 equals to 12. റിമൈനിങ് നമ്പേഴ്സിൽ നിന്ന് നമുക്ക് 12 സബ്ട്രാക്ട് ചെയ്യാം. 89 minus 12. 9 minus 2 is 7. 8 minus 1 is 7. 77 എന്ന് കിട്ടിയിട്ടുണ്ട്. 77 7ൻ്റെ ടേബിളിലെ കൂട്ടുകാരെ. അപ്പോൾ 896 is divisible by 7 എന്ന് പറയാം. ഇനി മറ്റേ മെത്തേഡ് കൂടെ ഒന്ന് നോക്കാം അല്ലേ. 896 ആണ്. 6 ആണ് വൺസിൻ്റെ പ്ലേസിൽ. 6 into 5 ആണ് ചെയ്യേണ്ടത് നമ്മൾ. നമുക്ക് 30 കിട്ടുന്നു. ഇനി റിമൈനിങ് നമ്പർ 89 അത് എഴുതി പ്ലസ് 30 ചെയ്യാം നമുക്ക്. 89 + 39. 8 + 3 is 11. 119 എന്ന് കിട്ടി നമുക്ക്. വീണ്ടും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം നമുക്ക്. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. 9 into 5 equals to 45. ഇനി റിമൈനിങ് നമ്പേഴ്സ് 11 ആണ്. 11 + 45 എഴുതാം. 56 എന്ന് കിട്ടും നമുക്ക്. 56 7ൻ്റെ ടേബിളിലുണ്ടല്ലോ. 8 sevens are 56 അല്ലേ. അപ്പോൾ 2 മെത്തേഡിലും നമ്മളത് പ്രൂവ് ചെയ്തു കേട്ടോ.
ഇനി നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഒരു മെത്തേഡിൽ ചെയ്യാം, വേറൊരു എക്സാമ്പിൾ മറ്റേ മെത്തേഡിലും ചെയ്യാം. അത്ര മതിയില്ലേ കൂട്ടുകാരെ? നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമല്ലോ. 2893. ഇതിൽ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. 3 × 2 ചെയ്യാം. അപ്പോൾ 6 എന്ന് കിട്ടി. റിമൈനിങ് നമ്പേഴ്സ് 289 ആണ്, അതിവിടെ എഴുതാം. -6 ചെയ്യാം. 289 - 6. 9 - 6 is 3. 8 - 0 8. 2 - 0 2. 283 എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും അതേ സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഇവിടെ ലാസ്റ്റിൽ വന്നിട്ടുള്ളത് 3 ആണ്. അപ്പോൾ 3 × 2 = 6. റിമൈനിങ് നമ്പർ 28 ആണ്. 28 ഇവിടെ എഴുതി. 28 - 3 ചെയ്യാം. അപ്പോൾ 28ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25 ആണ് കിട്ടുന്നത്. 25 ഡിവിസിബിൾ ബൈ 7 അല്ല. അതുകൊണ്ട് 2893 ഡിവിസിബിൾ ബൈ 7 അല്ല കേട്ടോ. ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം നമുക്ക്. 5789. ഈ മെത്തേഡല്ല ചെയ്യുന്നത്, വേറൊരു മെത്തേഡും കൂടി ഉണ്ടല്ലോ നമുക്ക് ചെയ്യാനായിട്ട്. അതാണ് ഞാൻ ചെയ്യുന്നത്. ലാസ്റ്റിലെ ഡിജിറ്റ് 9 ആണ്. 9 × 5 ചെയ്യാം. നമുക്ക് 45 എന്ന് കിട്ടും. റിമൈനിങ് നമ്പേഴ്സ് 5 7 8 + 45 ചെയ്യാം. 5 7 8 + 45. 8 + 5 is 13. 3 here, 1 up. 1 + 7 is 8. 8 + 4 is 12. 2 here, 1 up. 1 + 5 is 6. 623. ഇനി സ്റ്റെപ്പ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. 3 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. 3 × 5 = 15. റിമൈനിങ് നമ്പർ 62 ആണ്. 62 + 15 എന്ന് എഴുതാം. 62 + 15. 2 + 5 is 7. 6 + 1 is 7. 77. 77 7th ടേബിളിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ നമ്പർ ഡിവിസിബിൾ ബൈ 7 ആണെന്ന് പറയാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെയാണ് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്തതെന്നല്ല? അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പർ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസർ റിമൈനിങ് ഡിജിറ്റ്സിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും. അതും ഇങ്ങനെ വലിയ നമ്പറൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതേ സ്റ്റെപ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി. അങ്ങനെ കിട്ടുന്ന ഫൈനൽ ആൻസർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഡിവിസിബിൾ ബൈ 7 ആണോ അല്ലേ എന്ന്. ഇതിനെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 7th ടേബിൾ നന്നായി പഠിച്ചിരിക്കണം കേട്ടോ കൂട്ടുകാരെ. എന്നാൽ മാത്രമേ നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാവൂ. കൂട്ടുകാരെ, നമ്പർ 2 3 4 5 6 ഇതിൻ്റെ എല്ലാം ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള വീഡിയോസ് ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണണം. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ കൂട്ടുകാരെ. മറ്റ് വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.